Good morning to all of you. Today we are going to discuss about methods of time rate system. First one, time rate at ordinary level. Under this method, a worker is paid on the basis of time spent by him. Time for the purpose may be an hour, a day, a week, or a month. When payment is made on the basis of hours worked by the employee, his wages shall be calculated as follows. ഒരു വർക്കർ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്തു അതിൻ്റെ റേറ്റ് പെർ അവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽസ് എന്ന് പറയുക. വേജസ് ഈസ് ഈക്വൽ ടു അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. അവേഴ്സ് വർക്ക്ഡ് ഈസ് ഈക്വൽ ടു 48. റേറ്റ് പെർ അവർ ഈസ് ഈക്വൽ ടു ₹100. Therefore, wages is equal to 48 into 100 is equal to 4,800 rupees. For overtime work, an extra premium will be usually paid. Second one, higher time rate at a higher efficiency level. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ടൈം റേറ്റ് ആണ് ഫിക്സ് ചെയ്തിരിക്കുക. ഓർഡിനറി ടൈം റേറ്റും ഹയർ ടൈം റേറ്റും. എഫിഷ്യൻസി ലെവൽ ഹയർ ആണെങ്കിൽ അവർക്ക് ഹയർ ടൈം റേറ്റും, എഫിഷ്യൻസി ലെവൽ കുറവായിട്ടുള്ള വർക്കേഴ്സിന് ഓർഡിനറി ടൈം റേറ്റുമാണ് ഈ മെത്തേഡിൽ സ്വീകരിച്ചിരിക്കുക. It is a system of payment where more efficient workers are paid at a rate higher than that of the ordinary workers. For the purpose, two rates are fixed, one for lower efficiency level and the other for higher efficiency level. Consequently, a high standard of efficiency and output are fixed for more efficient workers. If any worker cannot attain that level of efficiency, he is excluded from the scheme and is paid only ordinary time rate. For the purpose, the output and efficiency must be capable of being measured. Example, time rate at ordinary level is equal to ₹100 per hour. Time rate at a higher wage level is equal to ₹120 per hour. Standard output 1000 units per week of 48 hours, 100% efficiency. Actual output A is equal to 850 units per week. Actual output of B is equal to 1100 units per week. അപ്പോൾ ഇവിടെ രണ്ട് കാറ്റഗറിയിലുള്ള വർക്കേഴ്സ് ഉണ്ട്. അവരുടെ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 1000 ആണ്. അപ്പോൾ അവരുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതനുസരിച്ച് ഏത് ടൈം റേറ്റ് ആണ് അവർക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കണം. കാൽക്കുലേഷൻ ഓഫ് വേജസ്. എ ഈസ് വേജസ്, എഫിഷ്യൻസി ലെവൽ, actual output divided by standard output into 100, that is 850 divided by 1000 into 100 is equal to 85%. Eligible to get only at ordinary level. 100% efficiency എന്ന് പറയുന്നത് 1000 യൂണിറ്റ് ആണ്.
അപ്പോൾ അയാൾ 850 യൂണിറ്റാണ് ആക്ച്വൽ ഔട്ട്പുട്ട്. അതുകൊണ്ട് അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 85% ആണ്. അപ്പോൾ ലോവർ എഫിഷ്യൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഓർഡിനറി ടൈം റേറ്റിലുള്ള റേറ്റ് വെച്ച് വേജസ് നൽകുക. ആയതിനാൽ വേജസ് ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു റുപ്പീസ് 100. 48 എന്ന് പറയുന്നത് ഒരു വീക്കിൽ 48 അവേഴ്സാണ് ആക്ച്വൽ വർക്ക് ചെയ്യുന്നത്. വേജസ് ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു റുപ്പീസ് 100 ഈസ് ഈക്വൽ ടു 4800. തുടർന്ന് ബിയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫിഷ്യൻസി ലെവൽ ബിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 1100 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 110%. അപ്പോൾ അയാൾ എന്താണ് ഹയർ എഫിഷ്യൻസി ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് എലിജിബിൾ ടു ഗെറ്റ് ഹയർ ലെവൽ wages is equal to 48 into rupees 120. That is time rate at a higher wages level is equal to rupees 5760. Third one, differential time rate. Under this system, different time rates are fixed for different levels of efficiency. A percentage of normal efficiency is fixed, up to which a worker gets normal time rate. If he crosses that percentage of efficiency, his time rate shall increase step by step. Level of efficiency അടിസ്ഥാനത്തിൽ ടൈം റേറ്റ് ഫിക്സ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേജസ് നൽകുന്നതാണ് ഡിഫറൻഷ്യൽ ടൈം റേറ്റ് എന്ന് പറയുക. ലെവൽ ഓഫ് എഫിഷ്യൻസി ഫിക്സ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോർമൽ എഫിഷ്യൻസി ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് നോർമൽ ടൈം റേറ്റ് കൊടുക്കുക. അതിനുശേഷം ആ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് കൂടിയ ടൈം റേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുക. Example, standard rate fixed for a worker is 50 units per day of 8 hours at the rate rupees 100 per hour. ഒരു ദിവസം 8 hours ആണ് വർക്ക് ചെയ്യുക. 50 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുക. അതിൻ്റെ റേറ്റ് പെർ അവർ റുപ്പീസ് 100 ആണ്. നോർമൽ എഫിഷ്യൻസി റേറ്റ് എന്ന് പറയുക 80% ആണ്. ബിലോ വിച്ച് ദ സ്റ്റാൻഡേർഡ് റേറ്റ് ഈസ് അപ്ലൈഡ് പെർ അവർ. ഈ നോർമൽ എഫിഷ്യൻസി ലെവലിന് താഴെയാണ് വർക്കറുടെ പെർഫോമൻസ് എങ്കിൽ നോർമൽ ടൈം റേറ്റ് ആണ് നൽകുക. ബിറ്റ്വീൻ 80% ആൻഡ് 90% എഫിഷ്യൻസി ദ റേറ്റ് ആപ്ലിക്കബിൾ ഈസ് റുപ്പീസ് 102 per hour. 80% 90% ഇടയിലാണ് ലെവൽ ഓഫ് എഫിഷ്യൻസി എങ്കിൽ ടൈം റേറ്റ് എന്ന് പറയുക 102 ആണ്. ദാറ്റ് ബിറ്റ്വീൻ 90% ആൻഡ് 100% റുപ്പീസ് 104 per hour. ആൻഡ് എബവ് 100% എഫിഷ്യൻസി ഇറ്റ് ഈസ് റുപ്പീസ് 110 per hour. What is the payment to be made to worker if he produces 38 units, 44 units, 48 units and 56 units per day of 8 hours? Rate of efficiency is equal to number of units produced divided by standard units fixed into 100.
Rate of efficiency at 38 units. Here rate of efficiency is equal to 76%. That is 38 divided by 50 into 100 is equal to 76%. Therefore, remuneration payable 8 hours into 100 is equal to rupees 800. Rate of efficiency at 44 units. Rate of efficiency 44 divided by 50 into 100, that is 88%. Therefore, remuneration payable 8 hours into 102 is equal to rupees 816. Rate of efficiency at 48 units. Rate of efficiency is equal to 48 divided by 50 into 100 is equal to 96%. Remuneration payable 8 hours into 104 is equal to rupees 832. Rate of efficiency at 56 units. Rate of efficiency is equal to 56 divided by 50 into 100, that is 112%. Remuneration payable 8 hours into 110 is equal to rupees 880.